ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ ഗുരുവായൂരപ്പ ശരണം ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചൊല്ലേറും വൈശാഖത്തോടൊത്ത മാസങ്ങളില്ല, തുല്യതയില്ല കൃതയുഗത്തോടൊത്ത കാലം. ശാസ്ത്രങ്ങൾ വേദത്തോടു തുല്യമല്ലെന്നും പിന്നെ തീർത്ഥങ്ങൾ ഗംഗയോടും ദാനങ്ങൾ ജലത്തോടും തുല്യതയില്ല ഭാര്യയ്ക്കൊത്തൊരു സുഖം. യഥാ ചൊല്ലേറും കൃഷിക്കൊത്ത വിത്തവുമില്ലയല്ലോ. ജീവിതത്തോടു സമലാഭമില്ലൊന്നും നൂനം, കേവലം വീദാശനത്തോടുവാ തപസ്സൊന്നും. ധർമ്മങ്ങൾക്കൊന്നും ദയാതുല്യതയില്ല പാർത്താൽ, ധർമ്മങ്ങൾക്കൊത്ത ബന്ധുവർഗവുമില്ലയല്ലോ. സത്യത്തോടൊത്തൊരശസ്സും പുനരതുപോലെ സത്യമാധവനൊത്ത രക്ഷിതാക്കളുമില്ല. വൈശാഖവ്രതം പോലെ വ്രതങ്ങളൊന്നുമില്ല, കേശവപ്രീതിക്കെന്നു ധരിക്ക നൃപോത്തമ. തദ്വ്രതവിഹീനന്മാർ ചെയ്യും സൽക്കർമ്മഫലം വിദ്രുതം സിദ്ധിക്കുമാറില്ലെന്നു ന്യൂനമത്രേ. സുഹൃതഹീന തിര്യഗ്യോനിയെ പ്രാപിച്ചുടൻ അഖില കർമ്മ ബഹിഷ്കൃതനായി വരുമെടോ. ഭക്തിയില്ലെന്നാകിലും ഈ വ്രതമനുഷ്ഠിച്ചാൽ ഭക്തനായി വരുമവൻ മുക്തിയും സിദ്ധിച്ചിടും. ബഹുവിത്തങ്ങൾ കൊണ്ട് ദാനങ്ങൾ ചെയ്താകിലും, ബഹുകർമ്മങ്ങൾ അശ്വമേധാദി ചെയ്താകിലും, ദേഹികൾ വൈശാഖമാം വ്രതത്തെ ചെയ്തിടായിൽ ജനിക്കും. ഭൂയോ ഭൂമൗ മാധവ സ്നാനം ചെയ്താൽ ജനിക്കയില്ല പിന്നെ സഫലം സർവം കർമ്മ. അന്നദാനാദി കർമ്മങ്ങളെല്ലാറ്റിനും മന്നവജീവനായ തീവ്രതയറിഞ്ഞാലും വിവിധ ദാനങ്ങളിൽ ഉത്തമം ജലദാനം. അവധി ഹീനമതു വൈശാഖേ വിശേഷിച്ചും. സർവതീർത്ഥങ്ങളുടെ സൽഫലങ്ങളും പിന്നെ സർവദാനങ്ങളുടെ പുണ്യവുമൊന്നായിക്കൂടി വൈശാഖേ ജലദാനം പുണ്യവുമൊന്നിൽ ചേർത്തു സംശയം തീർപ്പാൻ പുരാതുല്യമായി തൂക്കുന്നേരം ഏറെ തൂങ്ങിയതമ്പുദാനത്തിൻ ഫലമെടോ. നേരത്രേ പറഞ്ഞതു ഭൂപതേ, ധരിച്ചാലും തനിക്കു സാധ്യമല്ലെന്നാകിൽ അന്യനെ കൊണ്ടു തനിച്ച ഭക്തിയോടെ ചെയ്യിച്ചാനെന്നാകിലും അല്പമായ പുണ്യം ഭവിക്കുമവൻ പിന്നെ ജനിക്കയില്ല ഭൂമൗ ധരിക്ക നൃപോത്തമ. മാർഗപീഡിതരായ ജനങ്ങൾക്കിരിപ്പാനായി മാർഗത്തിൽ തണ്ണീർ പന്തൽ തീർത്ഥംബുദാനം ചെയ്താൽ തരസാ കോടി കുലമുദ്രിത്യ വിഷ്ണുലോകേ സരസം പൂജ്യനാകുമവനെന്നറിഞ്ഞാലും ദേവകൾ പിതൃക്കളും ഋഷികളിവരെല്ലാം ആവോളം പുകഴ്ത്തുന്ന സൽപാത്രദാനം തന്നെ. വ്യജനം ഛത്രം ജലമെന്നിവ ഭക്തിയോടും ദ്വിജനുദാനം ചെയ്താൽ എത്രയും പുണ്യം സഖേ.
മാധവമാസത്തിങ്കൽ കുടുംബിയായിടുന്ന ഭൂദേവനൊരു ജലകുംഭത്തെ നൽകിടാഞ്ഞാൽ ചാതകമായി തന്നെ ജനിക്കുമവന്നതിനേതും സംശയമില്ല. ഭൂപതേ ധരിച്ചാലും കുടുംബിയായ വിപ്രൻ തനിക്കു ദൃഢം പയോഘടദാനത്തെ ചെയ്താൽ അവനു വിശേഷിച്ച് 10,000 രാജസൂയം ചെയ്തതിനോടു സദൃശഫലമുണ്ടെന്നറിക മഹാമതേ. അതിദീനത പൂണ്ടുവരുന്ന ജനങ്ങളെ സഹൃദയനായി വീശിയെന്നാകിലവൻ പിന്നെ അധിക പാപങ്ങളും വേർപ്പെട്ടു വിമാനത്തിൻ അധിപനായും വരുമില്ല കില്ലതിനടോ. സാദരം വ്യജനത്തെ ദാനം ചെയ്തിടാത്തവൻ വാദരോഗിയായേറ്റം ദുഃഖമാസ്വദിക്കേണം. വ്യജനമില്ലെന്നാകിൽ വസനം കൊണ്ടു തന്നെ ദ്വിജനെ വീടുകിൽ അജലോകത്തെ കിട്ടും. മോദേന കാലവ്യജനാദികൾ നൽകിയിടായിൽ യാതനാ ദുഃഖം പൂണ്ടു ഭൂമിയിൽ പിറന്നവൻ കശ്മലനാകും. അവൻ ആധ്യാത്മികാദി ഭുജിച്ചാത്മദുഃഖേന വസിച്ചിടുമെന്നറിഞ്ഞാലും. വൈശാഖമാസി ഛത്രദാനം ചെയ്തിടാത്തവൻ പൈശാചവംശേ നിഴൽ കൂടാതെ വനം തന്നിൽ ക്രൂരചേതസ പിറന്നാദവങ്ങളുമേറ്റു ഭൂരിവത്സരം കാലമുഴലും അവനെടോ. പാതുകദാനം ചെയ്ത മാനുഷൻ തന്നെ കണ്ടാൽ ഭീതി പൂണ്ടന്തകന്റെ ദൂതന്മാരൊളിച്ചിടും. മാധവമാസം തന്നിൽ സാദരം ദാനമെന്നാൽ മാധവലോകം തന്നിലാധി തീർന്നിരുന്നിടാം. ഐഹിക സുഖങ്ങളുമധികം ഭുജിച്ചിടാം. മഹിത ഗുണാംബുധേ സുദൃഢം മഹീപദേ. പാതുകം ചോദിച്ചിടും ഭൂദേവശ്രേഷ്ഠനതു മാധവേദാനം ചെയ്താൽ ഏതും സംശയമെന്നേ. കോടി ഭൂപാല ജന്മമവനു സിദ്ധിച്ചിടും. കൈടഭവൈരിയുടെ കൽപ്പിതമേവമെടോ. ചൊൽപ്പൊങ്ങും പെരുവഴിയമ്പലം നിർമ്മിച്ചോരു സൽപുമാനുടെ പുണ്യപൗരുഷം നിരൂപിച്ചാൽ വർണ്ണിപ്പാൻ ശക്തി പോരാ. ഭൂതലവാസികൾക്കും വിണ്ണിലുള്ളവർക്കും നിർണയം ധരാപതേ. മധ്യാഹ്നേ മാർഗശ്രാന്തനായ ഭൂദേവനന്നം ബദ്ധസന്തോഷത്തോടും നൽകിയിടുന്നവനുടെ പുണ്യത്തിനവസാനമില്ലെന്നു നിരൂപിച്ചു. പുണ്ടരീകോത്ഭൂതനും ഈ വണ്ണമരുൾ ചെയ്തു. അന്നദാനത്തിൻ ഫലമെങ്ങിനെ ചൊല്ലുന്നു ഞാൻ. മന്നവ മറ്റൊന്നില്ല തുല്യമായുര ചെയ്യുവാൻ. അന്നമില്ലാഞ്ഞാലർത്ഥ പുത്രഭാര്യാദിഗൃഹമെന്നിവ സഫലമല്ലെന്നതും നൂനമല്ലോ. വസ്ത്രാദ്യലങ്കാരാദിഭൂഷണജാലങ്ങളും എത്രയും ദുഃഖമന്നം ഭുജിച്ചിടാഞ്ഞാലെടോ. അന്നം വൈശാഖേ നൽകിയിടാത്തവൻ പിശാചായി തന്നെ മാംസം തന്നെ ഭുജിച്ചു ദുഃഖിച്ചിടും. ശക്തിക്കു തക്കവണ്ണം ദാനം മാധവേ വേണം. ഭക്തിയും സന്തോഷവും ഉൾക്കൊണ്ടേ ഫലം വരൂ. അന്നദൻ മാതൃപിത്രാദികളെ മറക്കുന്നു. അന്നത്തെ പുകഴ്ത്തുന്നു ത്രൈലോക്യവാസികളും. അന്നദാതാരം പിതാവെന്നതുപോലെ തന്നെ ധന്യരായുള്ള ജനം വന്ദനം ചെയ്തിടുന്നു. സർവദേവതമാരും
സർവതീർത്ഥവും പിന്നെ സർവവേദവും അന്നദാനത്തിൽ നിന്നിടുന്നു. ഇന്ദിരാവരനുടെ ശാസനമേവമെന്നു മന്നവശിഖാമണേ മാനസേ ധരിക്കടോ. ചൊല്ലേറും വൈശാഖമാഹാത്മ്യത്തിൽ 2 അധ്യായം ചൊല്ലിനേനി ശേഷം ചൊല്ലുവൻ ചുരുക്കി ഞാൻ. ഇതി വൈശാഖമാഹാത്മ്യേ 2ാധ്യായഃ.